നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലേ. ഏതെങ്കിലും കോന്തനോട് ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമം നിരസിച്ച ഇപ്പൊ ഇതൊക്കെയാണല്ലോ ട്രെൻഡ്. ഒന്നുകിൽ ആസിഡ് മുഖത്തൊഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും നാറിയ പണി കാണിക്കുക. അത് ആരാണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? അല്ല, എന്റെ പെണ്ണിനെതിരെ പോസ്റ്റർ കൊട്ടേഷൻ കൊടുത്ത ആള്. ഏയ്, എനിക്കൊരു ഊഹമില്ല. വല്ല തലതെറിച്ചവന്മാരായിരിക്കും. ആരായാലും അവനെന്റെ കൈ കിട്ടിയ അടിനാപ്പി ഞാൻ ചവിട്ടി കലക്കും. അങ്ങനൊന്നും പറയല്ലേ, പാവം കിട്ടും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ, ഞാൻ ദിയയുടെ അമ്മ. മനസ്സിലായി. അല്ല, എന്താ വിശേഷിച്ച്? ആരെയും സഹായിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്നല്ലേ പറഞ്ഞത്? അതെ. എനിക്കൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ, ധൈര്യത്തോടെ പറഞ്ഞോളൂ. എന്നെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കോ? അതിനെന്താ, സഹായിക്കാലോ. എന്താ പ്രശ്നം? വിശദമായിട്ട് പറയേ. ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ MD ഒരു രാജീവ് മേനോനായിരുന്നു. രാജീവ് സാറ് കുറച്ചു നാള് മുമ്പ് ഒരു കാറപകടത്തിൽ മരിച്ചുപോയി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ രാജീവ് സാറിന്റെ കാറപകടം ഒരു സ്വാഭാവികമായ അപകടം ആയിരുന്നില്ല. ആരോ കരുതിക്കൂട്ടി അപകടം ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതാ. ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് എന്നെ ആരോ അപകടപ്പെടുത്താൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ പ്രശ്നം വിചാരിച്ചതുപോലെയല്ല, ഗൗരവമുള്ളതാണ്. ഇനി ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും സഹായിക്കാൻ ഞാൻ ഓടിയെത്തിയിരിക്കും, ഉറപ്പ്. ഞാൻ വിളിച്ചറിയിക്കാം. താങ്ക് യു. ശരി. അയ്യോ, പിന്നെ എന്റെ പേരറിയണ്ടേ നിങ്ങൾക്ക്? ഹേയ്, വേണ്ട. ദിയമോളുടെ അമ്മ, ആ പേരാ ഞാൻ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്നത്. അത് മതി. അല്ല, എന്റെ പേര് അറിയണ്ടേ ദിയമോളുടെ അമ്മയ്ക്ക്? വേണ്ട, ദിയമോളുടെ രക്ഷകൻ, ദൈവം. അങ്ങനെയാ ഞാൻ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഞാൻ ദൈവമൊന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോ ദൈവമല്ലായിരിക്കും, പക്ഷെ എനിക്കും എന്റെ ദിയമോൾക്കും നിങ്ങൾ ദൈവം. ഇന്ന് വരെ ഞാൻ നേരിൽ കാണാത്ത ദൈവം. എന്റെ കുഞ്ഞിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം. പിന്നെ ആ പഴയ കട ഇപ്പോഴും ബാക്കിയുണ്ട്. ഏത്? എന്റെ ദിയമോൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ആ കടമായിട്ട് തന്നെ കിടക്കട്ടെ ദിയമോളുടെ അമ്മേ. ശരി, വെക്കട്ടെ. പേടിക്കാതെ ഫോൺ വെച്ചോ. എന്താവശ്യത്തിനും രക്ഷകനായിട്ട് ഞാനുണ്ടാവും. താങ്ക്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.